ഹലോ, അപ്പോൾ നമ്മളിത് നമ്മുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളിയിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ പെരുന്നാളാണ്. അപ്പോൾ നമ്മളിത് എൻട്രൻസൊക്കെ കയറി ഇനി വണ്ടി പാർക്ക് ചെയ്യണം. നല്ല തിരക്കുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള. അപ്പോൾ അത് തോരണങ്ങളും ലൈറ്റ് സെറ്റിങ്സൊക്കെ ആയിട്ട് വഴി മുതൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കണേണ്ട്, കാരണം അങ്ങറ്റം വരെ ടൂ വീലർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി വെച്ചു. അപ്പോൾ അതേ പെരുന്നാളിന് കൊടിയേറിയതാണ്. അപ്പം ഞങ്ങൾ പള്ളിയുടെ എൻട്രൻസ് എത്തി. ഇനി പള്ളിയുടെ അകത്തേക്ക് കയറണം. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിലായിട്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ പള്ളിക്ക് പള്ളിമുറ്റമായിട്ട് ഒരുപാട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് സൗകര്യമായിട്ട് ഇരിക്കാനും ഒക്കെ പറ്റൂട്ടോ. കാരണം ഒരുപാട് ചെയറുകളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ദേശീയ തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് എറണാകുളത്ത് നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ വരാറുണ്ട്. പെരുന്നാളിൻ്റെ ടൈമിൽ മാത്രമല്ല അല്ലാത്ത ടൈമിലും ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അതേ പള്ളിയുടെ അടുത്തെത്തിയേട്ടാ. ഇവിടെ അമ്മയൊക്കെ നേരത്തെ ഞാൻ ഓട്ടോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അടിക്കുവാണ് കേട്ടോ ചൂലുകൊണ്ട്. ഇത് ഇവിടുത്തെ ഒരു നേർച്ച പോലെയാണ് കേട്ടോ. അങ്ങനെ ചൂലുകൊണ്ട് അടിച്ചാൽ മുടി വളരുമെന്നാണ് വിശ്വാസം, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതേ ബാക്കി ടീം ഇവിടെ നിൽക്കേണ്ടത് അതിശേഷനും സൗമ്യ അച്ഛനൊക്കെ. അങ്ങനെ ഉണ്ണിയും അമ്മയും മീനൂസും ചൂലുകൊണ്ട് തടിക്കുകയാണ്. അതിനപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ ഓർത്ത് പള്ളിയുടെ അകത്തേക്ക് കയറി. അകത്തും നല്ല തിരക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതേ ഒരു സൈഡിൽ ക്യൂ ഉണ്ട് കേട്ടോ രൂപം മുത്താനുള്ളത്. ഞങ്ങൾ എൻട്രൻസ് മെയിൻ ഡോറിൽ കൂടി തന്നെ കയറി പ്രാർത്ഥിച്ചിറങ്ങിയിട്ട. പിന്നെ ഇത് അടിമസമർപ്പണത്തിൻ്റെ ഹാളാണ് കേട്ടോ. അപ്പോൾ അവിടെ അടിമസമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയും കയറി. അവിടെ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് മാതാവിൻ്റെ രൂപമൊക്കെ മുത്തിയിട്ട് പോകാൻ വന്നു. അപ്പോൾ അവിടെ ആയിട്ട് വർഷങ്ങൾ പഴക്കമുള്ള കൊടിമരം അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ ആ ഒരു ഇത് പണ്ട് വർഷങ്ങൾ പഴക്കമുള്ള കൊടിമരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ രൂപത്തിലൊക്കെ മുത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും വന്നിട്ട് ചൂലൊക്കെ ഇട്ട് തടിച്ചിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മെഴുകുതിരി എത്തിക്കണ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് മെഴുകുതിരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങൾ അവിടെ തിരിയെല്ലാം കത്തിച്ചു. അപ്പോൾ ഇവിടെ കൗണ്ടർ ഉണ്ട് കേട്ടോ മെഴുകുതിരി വാങ്ങിക്കാനുള്ള. തീ കത്തിക്കുന്നതിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ സൈഡിൽ പാർക്കിങ്ങിൻ്റെ സൈഡാണ്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. സാധാരണ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കമ്മലിൻ്റെയൊക്കെ സെക്ഷൻ കണ്ടപ്പോൾ വാങ്ങിക്കണില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അവിടെയൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കും വീണ്ടും അവരെ കണ്ടിട്ട് അമ്മേനെയൊക്കെ കണ്ടു. അവർ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് മീനൂസ് ഇതാ കുറച്ച് കുഷ്ടികളൊക്കെ കാണിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും മീനൂസും ഉണ്ടിയും അപ്പുറത്ത് ഓടിച്ചാടി നടക്കണം. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അവർ പോയിട്ട് അപ്പം ഞങ്ങളും 2 ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഇനി വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഓക്കെ.